من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമ്മുടെയൊക്കെ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസം തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി അവൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളോടുകൂടി ഈ റമളാൻ മാസത്തെ സ്വീകരിക്കാനും അതിൻ്റെ പുണ്യങ്ങൾ മുഴുവനും സമ്പാദിക്കുന്ന വിധത്തിൽ നോമ്പിൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തു തീർക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. റമളാൻ ഒരു മാസത്തിൻ്റെ പേരാണ്. അറബി മാസത്തിലെ 12 മാസങ്ങളിൽ ഒരു മാസം പൂർണ്ണമായും ഒരു പ്രത്യേക ആരാധനയ്ക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു വച്ചതാണ്. മറ്റു ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന റംളാൻ്റെ ഒരു സ്വഭാവം, നമസ്കാരം, ഹജ്ജ്, സക്കാത്ത് പോലെയുള്ള ആരാധനകളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തീരുന്ന ഒരു ആരാധനാ കർമ്മമാണ്. നമസ്കാരം അതിനൊരു ക്ലിപ്തമായ സമയമുണ്ട്, നിർവഹിച്ചാൽ കഴിഞ്ഞു. എന്നാൽ നോമ്പിനെ സംബന്ധിച്ചുള്ളൊരു പ്രത്യേകത, അത് റമളാൻ മാസം ഉദിച്ചു തുടങ്ങുന്നത് മുതൽ ശവ്വാൽ പിറവി വരുന്നത് വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു മാസക്കാലം മുഴുവനും നോമ്പനുഷ്ഠിച്ചും ആരാധനകൾ ചെയ്തും അതിൻ്റെ ചിട്ടകളൊക്കെ പാലിച്ചും ജീവിക്കേണ്ട ഒരു മാസക്കാലത്തെ ആരാധനയാണ് റമളാൻ മാസത്തിലെ നോമ്പ്. അങ്ങനെ ഒരു മാസക്കാലം, 12 മാസത്തിൽ ഒരു മാസക്കാലം വളരെ വ്യത്യസ്തമായി ജീവിച്ചുകൊണ്ട്, പതിവുകളിൽ നിന്നൊക്കെ ഭിന്നമായി മാറിക്കൊണ്ട്, ആരാധനകളിൽ കൂടുതൽ താല്പര്യങ്ങൾ കാണിച്ചുകൊണ്ട്, നോമ്പെടുത്ത് അന്നപാനങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു ഇബാദത്ത് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് നമ്മൾ. മറ്റേതെങ്കിലും മതത്തിൽ ഈ രൂപത്തിൽ നോമ്പില്ല. നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു നോമ്പാണ്. പുറത്ത് നിൽക്കുന്ന ആളുകൾ
ഇസ്ലാമിലെ നോമ്പിനെ പറ്റി ചിലപ്പോൾ പറയാറുള്ളത് വളരെ കഠിനമാണ് മുസ്ലിങ്ങളുടെ നോമ്പ് എന്നാണ്. പക്ഷെ അകത്ത് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച്, ആ നോമ്പെടുക്കുന്ന നമ്മളെ സംബന്ധിച്ച് അനുഭവപ്പെടുന്ന അനുഭൂതി, അത് നൽകുന്ന സന്തോഷം, അത് നൽകുന്ന ഈമാനികമായ ആവേശം, വിശ്വാസത്തിൻ്റെ മാധുര്യം അനുഭവിക്കുന്ന സുഖം, ഇത് എവിടെയും ലഭിക്കാത്ത വല്ലാത്തൊരനുഭൂതിയാണ്. അത് നമ്മൾക്ക് അനുഭവിക്കുന്ന ആളുകൾ അറിയുന്ന കാര്യമാണ്. ഒരു കാഠിന്യവും നമ്മൾക്കത് അറിയാറില്ല. നോമ്പ് കഴിയുമ്പോൾ, അത് വിട പറഞ്ഞു പോകുമ്പോൾ വല്ലാത്ത നീറ്റലും വേദനയുമൊക്കെയാണ് മനസ്സിലുണ്ടാകാറുള്ളത്. അതാണ് നോമ്പിൻ്റെ ആരാധനാപരമായ പ്രത്യേകത. നോമ്പ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് വിശ്വാസികളായ ആളുകൾക്ക് നിർബന്ധമായൊരു കർമ്മമാണ്. കുതിബ അലൈക്കുമുസ്സിയാം, വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമായി വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. നിർബന്ധമായ കർമ്മങ്ങളുടെ എല്ലാ സ്വഭാവവും നമ്മൾക്കറിയാം. അത് അള്ളാഹു ചുമത്തിയ ഒരു നിർബന്ധമാണ്, നമ്മളുണ്ടാക്കിയതല്ല. അള്ളാഹു പറയുന്നു, വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാണ്, റമദാൻ മാസത്തിൽ നിങ്ങൾ നോമ്പെടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ നമ്മൾക്ക് ചോയ്സ് ഇല്ല, ഓപ്ഷൻ ഇല്ല. അത് ഒഴിവാക്കാൻ പറ്റില്ല. നോമ്പ് ഒഴിവാക്കാൻ ഒരു പഴുതുമില്ല. നോമ്പ് നോറ്റേ പറ്റൂ. ഇളവുകളുള്ളവരെ വേറെ പറഞ്ഞിട്ടുണ്ട്, നോമ്പെടുക്കാൻ കഴിയാത്തവർക്ക്. അതല്ലാതെ നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. നോമ്പ് ഒഴിവാക്കിയാൽ ഒരു ഹറാം ചെയ്ത കുറ്റം അയാൾക്ക് കിട്ടും. നോമ്പ് കാലത്ത് ഭക്ഷണം കഴിച്ചാൽ ഹറാം ആണാൽ കഴിക്കുന്ന കുറ്റം അയാൾക്ക് കിട്ടും. നോമ്പ് ഒഴിവാക്കിയതിൻ്റെ ശിക്ഷയും കിട്ടും. പകരം അതിന് നോമ്പില്ല. വളരെ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ. നമ്മളെ ആളുകൾ ധരിക്കുന്നത് റമദാൻ മാസത്തിൽ ഒരു നോമ്പ് യാതൊരു കാരണവുമില്ലാതെ കുറേ ദിവസമായാലും നോൽക്കുന്നത്, 4-5 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഒഴിവാക്കുക. നമ്മുടെ ഈ കുട്ടികളൊക്കെ, യുവാക്കളൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എല്ലാവരും നോമ്പ് വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഒഴിവാക്കി ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു ഹരമാണ് അവർക്ക്. നോമ്പ് നിർബന്ധമായ ഒരാൾ കാരണമൊന്നുമില്ലാതെ, കാരണം എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും പറഞ്ഞ കാരണങ്ങൾ, യാത്രക്കാരൻ, രോഗി പോലുള്ള കാരണങ്ങൾ, ആ കാരണങ്ങളില്ലാതെ വെറുതെ ഒരു നോമ്പ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ അയാൾക്ക് കുറ്റം ചെയ്ത, ഒരു ഹറാം ചെയ്ത കുറ്റം കിട്ടും അയാൾക്ക്. എന്നാൽ പകരം നോൽക്കാന്ന് വിചാരിച്ചാൽ തീരുന്ന ഇടപാടല്ല, അതിന് പകരമല്ല. അയാൾക്ക് എത്രയും നോൽക്കാം, പക്ഷെ അതിന് പകരമാവില്ല. അതിന് കാരണം അയാൾ ന്യായമില്ലാതെ നോമ്പ് ഒഴിവാക്കിയ ആളാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതറിയാതെ പലരും നോമ്പ് അശ്രദ്ധമായി ഒഴിവാക്കാറുണ്ട്. നോമ്പ് കാലത്ത് ഒഴിവാക്കുന്നവർ പോലും, അഥവാ ഒരു കാരണം കൊണ്ട് ഒഴിവാക്കുന്നവർ പോലും ഒഴിവാക്കാം. ആ കാരണങ്ങൾ ഉള്ളവർ പോലും ആ നോമ്പിൻ്റെ മാന്യതയും ആദരവും പരിഗണിച്ചേ പോകാവൂ എന്നാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. വമൻ യുഅള്ളിം ശാഇറല്ലാഹി ഫൈനഹാ മിൻ തഖ്വൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും ഒക്കെ ആദരിക്കുന്നത് മനസ്സിലെ ഭയഭക്തിയുടെ ലക്ഷണമാണ്. നമ്മൾ അതിനോടൊരു ആദരവ് കാണിക്കുന്നത് ഭയഭക്തിയുടെ ലക്ഷണമാണ്. ഞാൻ നോമ്പെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് തോന്നിയതുപോലെ കാണിക്കുകയാണെങ്കിൽ അത് അയാളുടെ ഭയഭക്തിയുടെ കുറവാണ്. അപ്പോൾ അതും ഒരു പരിഗണിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നോമ്പ് ഒഴിവാക്കാൻ വകുപ്പില്ല. വളരെ ശ്രദ്ധിക്കുക ആ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, അടുത്തൊരു കാര്യം, ആർക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത്? ആർക്കാണിത് നിർബന്ധമുള്ളത്? മുസ്ലിമായ ഏതൊരാൾക്കും നോമ്പ് നിർബന്ധമാണ്. ഒഴിവുള്ളവർ വേറെ പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ മുസ്ലിങ്ങളൊക്കെ മുമ്പ് സാധാരണ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന ആഖിലും ബാലിഗും മുമയ്യിസും ഒക്കെ ആയ എന്നാ പറയാം. സ്ഥിരബുദ്ധിയുള്ള, പ്രായപൂർത്തിയെത്തിയ, വകതിരിവുള്ള എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു വേറെ മാനസിക അസ്വസ്ഥതകളോ കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് നോമ്പ് നിർബന്ധമാണ്. പ്രായപൂർത്തി എത്തിയാൽ നോമ്പ് നിർബന്ധമാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് നോമ്പെടുക്കൽ നിർബന്ധമില്ല. പക്ഷേ കുട്ടികൾക്ക് നോമ്പെടുക്കാം എന്ന് മാത്രമല്ല,
അവരെ ഏതെങ്കിലും വിധേനയ്ക്ക് കുറച്ചൊക്കെ നോമ്പ് എടുപ്പിക്കണം എന്നതാണ് നബിചര്യയിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ ശീലവും സംസ്കാരവും ഒക്കെ അവരിൽ വളരാൻ വേണ്ടി അത് ചെയ്യിക്കണമെന്നാണ്. എന്നാൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നോമ്പ് ഒഴിവാക്കാൻ പഴുതുകളൊന്നുമില്ല. ഏതാണ് ഈ പ്രായപൂർത്തി? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പ്രായപൂർത്തിയുണ്ട്. 4 ആളെ കൊന്നാലും അവന് പ്രായപൂർത്തിയായിട്ടുണ്ടാവില്ല, ഒരു പ്രയാസമില്ല. അവർ തന്നെ പറയുന്നത് എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, എൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല എന്നാണ്. അതല്ല ഈ പറയുന്നത്. ആളുകൾ കൊല്ലാൻ പ്രായപൂർത്തി കണക്കൊന്നുമില്ല, എന്തും ചെയ്യാം. പക്ഷെ ഇസ്ലാമികമായിട്ട് തന്നെ ചില നിയമങ്ങളുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിയമങ്ങളുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ച് സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ പ്രായപൂർത്തിയായി, അയാൾക്ക് പിന്നെ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും ബാധകമാണ്. സ്ത്രീകളാണെങ്കിൽ അവരുടെ മാസമുറ തുടങ്ങിക്കഴിഞ്ഞാൽ ഏതു പ്രായത്തിലാണെങ്കിലും അവർക്ക് പ്രായപൂർത്തി വന്നു കഴിഞ്ഞു, ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും അവർക്ക് ബാധകമാണ്. ഇത് നമ്മൾ രക്ഷിതാക്കളാണ് കൂടുതൽ അറിയേണ്ടത്. നമ്മുടെ മക്കളെയൊക്കെ ആ ധാരണ നമ്മൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ആ നിലക്ക് പെരുമാറണം. പിന്നീട് കുട്ടിയാണ്, മോളാണ്, നീ നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറയേണ്ടതില്ല. നിനക്ക് നോമ്പെടുക്കാനായിട്ടുണ്ട് എന്ന് ഉമ്മമാർ പറഞ്ഞു കൊടുക്കണം, ബാപ്പമാർ നിർദ്ദേശിച്ച് കൊടുക്കണം. ആ കുട്ടികളെ കൊണ്ട് നോമ്പെടുപ്പിക്കുക. അവർക്ക് നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല, നമസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല, കാരണം പ്രായപൂർത്തി വന്നു. ഇനി അതല്ലാത്ത ലക്ഷണങ്ങളുണ്ട്. മീശ മുളക്കുന്ന ഹദീസിൽ വന്ന ചില സംഗതികളൊക്കെയാണ്. പ്രായമായാൽ അയാൾക്ക് പ്രായപൂർത്തി വന്നു, ഇനി ഒരു 10-15 വയസ്സ് വരെയൊക്കെ ഹദീസുകൾ കാണാം. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് ഇതൊന്നുമില്ലെങ്കിൽ അതൊക്കെ വന്നാലും അയാൾക്ക് പ്രായപൂർത്തി വന്നു എന്നാണ്. അപ്പോൾ ഈ പ്രായപൂർത്തിയായ ആളുകൾ അന്ന് മുതൽ അയാൾക്ക് ഇസ്ലാമിൻ്റെ നോമ്പല്ല, എല്ലാ നിയമങ്ങളും നിർബന്ധമാണ്. ആ നിർബന്ധം അയാൾ പാലിച്ചിരിക്കണം. ലംഘിച്ചാൽ, നഷ്ടപ്പെടുത്തിയാൽ അയാൾക്ക് അതിൻ്റെ കുറ്റമുണ്ടാകും, അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യണം. അപ്പോൾ അതാണ് അതിലെ ഒരു വിഷയം. നോമ്പ് ആ രീതിയിൽ കാണണമെന്നർത്ഥം. രണ്ടാമത്തെ ഒരു ഭാഗം, ഈ റമളാൻ മാസമാകുമ്പോൾ വർഷാവർഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആരാധനയാണിത്. ഇപ്പോൾ നമ്മളൊക്കെ 10-40 വർഷമായിട്ട് നോമ്പെടുക്കുന്നവരാണ്. അതിൽ കൂടുതലോ കുറഞ്ഞൊക്കെ നിൽക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നവരൊക്കെ. നോമ്പ് വന്നാൽ നമ്മൾ നോമ്പെടുക്കും, നമസ്കാരത്തിന് സമയം നമ്മൾ നമസ്കരിക്കും. പക്ഷെ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഭാഗം, നമ്മളുടെ ആരാധനാ കർമ്മങ്ങൾക്ക് പ്രത്യേക നിയ്യത്ത് ആവശ്യമുണ്ട്, ഉദ്ദേശവും തീരുമാനവും ആവശ്യമുണ്ട്. നിയ്യത്തില്ലാതെ ചെയ്യുന്ന ഒരു കർമ്മം കേവലമായ ചടങ്ങ് മാത്രമായി, പതിവ് സമ്പ്രദായമായിട്ട് മാറും. നമ്മൾ ജുമാ നമസ്കരിക്കുന്നു, ഖുതുബ കഴിഞ്ഞാൽ വെള്ളിയാഴ്ച എല്ലാ ആഴ്ച നിർവഹിക്കുന്നതാണെന്ന ധാരണയിൽ അങ്ങനെ ചെയ്തു പോകുന്ന ഒരാൾക്ക് അതിന് ഇബാദത്തിൻ്റെ ഫലം ചെയ്യില്ല. എല്ലാ ആഴ്ചയും ചെയ്യുന്നതാണെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ഞാനൊരു ഇബാദത്ത് ചെയ്യുന്നു എന്ന തീരുമാനം അയാളുടെ മനസ്സിൽ വേണം. റമളാൻ മാസമായ നമുക്ക് കൊല്ലമായിട്ട് നോൽപ്പ് വിൽക്കണമല്ലോ, ഇപ്പോൾ പറയാണ്ടോ എന്നതല്ല. നമ്മുടെ മനസ്സിൽ ഉറച്ച തീരുമാനം വേണം. ഒരു ഇബാദത്ത് എടുക്കുകയാണ്, ഇല്ലെങ്കിൽ ഒരു സമ്പ്രദായമായിട്ട് ഇങ്ങനെ മാറും. ആ സമ്പ്രദായത്തെ ആരാധനയാക്കി ഇബാദത്താക്കി മാറ്റുന്നത് അതിൻ്റെ പിന്നിലെ നിയ്യത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മല്ലം യജ്മഅ സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. പുലരുന്നതിന് മുമ്പേ നോമ്പെടുക്കണമെന്ന തീരുമാനമെടുക്കാത്ത ആൾക്ക് നോമ്പ് ലഭിക്കില്ല എന്ന്. അപ്പോൾ അത്താഴം കഴിക്കുന്ന, നമ്മൾ പറയുന്ന അത്താഴം കഴിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനം എടുക്കണം, നോമ്പെടുക്കണം എന്നുള്ളത്. ഇനി അത് ഒന്നിച്ചൊരു മാസത്തേക്ക്, ഇപ്പോൾ നാളെ നോമ്പാണെങ്കിൽ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞു, നമ്മുടെ മനസ്സിൽ ആ ധാരണ വന്നു കഴിഞ്ഞു, ആ തീരുമാനം മതി. പക്ഷെ അതൊരു ഉറച്ച തീരുമാനം, ഒരു മാസത്തേക്ക് നോമ്പെടുക്കുമെന്ന് തീരുമാനം, അത് മതി, എന്നാലും നോമ്പ് കിട്ടും എന്നല്ല. ഓരോ ദിവസവും വെവ്വേറെ പ്രത്യേകം തീരുമാനം നമ്മൾ അത്താഴം കഴിക്കുമ്പോഴും അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് എഴുന്നേൽക്കുമ്പോഴൊക്കെ ആ തീരുമാനം ഉണ്ടാകുന്നത് കൂടുതൽ ശക്തിപ്പെടുത്തും അതിനെ. അങ്ങനെ ആ നിയ്യത്തനുസരിച്ചാണ് നമ്മുടെ ഇബാദത്തുകൾ ഉണ്ടാകുന്നത്. അതാണ് ചോർന്നു പോയാൽ അതൊരു ചടങ്ങ് മാത്രമായിട്ട് മാറും. അപ്പോൾ അതതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമ്പിനെയും അല്ല ആരാധനകളെയും അല്ലാത്തതിനെയും വേർതിരിക്കുന്നത് മനസ്സിൻ്റെ ഈ നിയ്യത്ത് മാത്രമാണ്. പിന്നെ നോമ്പെടുക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾക്ക് പ്രയാസം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം നമ്മളെ പതിവ് സമ്പ്രദായങ്ങളൊക്കെ തെറ്റും, ഭക്ഷണക്രമം തെറ്റിയാൽ തന്നെ പ്രശ്നമാണ്, നമുക്കറിയാതൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ അതിന് വേണ്ടി ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും പാകപ്പെട്ടു വരികയും ചെയ്യേണ്ടതുണ്ട്. ഖുർആൻ ആ നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ചരിത്രമൊക്കെ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. വളരെ സാവകാശത്തിലാണ് അത് നടപ്പാക്കുന്നത്. ഒറ്റയടിക്ക് നോമ്പ് നിർബന്ധമാക്കുകയല്ലേ ചെയ്യും. 1-2 ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് നോമ്പിലേക്ക് എത്തിച്ചത്.
ആദ്യത്തിൽ ഫിദിയ കൊടുത്ത് ഒഴിവാകാൻ പറഞ്ഞു, കഴിയാത്തവന് പിന്നെ പറഞ്ഞു നോമ്പ് വെൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ പാകപ്പെടുത്തി തന്നെയാണ് വരെ. നമ്മളെ സംബന്ധിച്ച് അതൊന്നുമില്ല. നമ്മൾക്ക് നോമ്പ് നിർബന്ധമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നോമ്പെടുത്തോളണം, ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ്. ഇനി നോമ്പെടുക്കുന്ന നമ്മൾ അത്താഴം കഴിക്കും. സുഹൂർ എന്നാണ് അതിന് പറയുന്നത്, അത്താഴം. ഈ അത്താഴം കഴിക്കുന്നത് അതൊരു പുണ്യകർമ്മമാണ്. അതൊരു പുണ്യകർമ്മമാണ്. തസഹറു ഫൈന ഫി സഹൂരി ബർക്ക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴം കഴിക്കുന്നതിൽ ഒരു ബർക്കത്തുണ്ട് എന്നാണ്. ബർക്കത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന കാര്യമാണ് ബർക്കത്ത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. ഏതൊരുത്തൻ്റെ കയ്യിലാണ് ആധിപത്യമുള്ളത്, തബാറക്ക, അവനാണ് ബർക്കത്തുടയവൻ. ബർക്കത്ത് അവിടുന്ന് മാത്രമേ കിട്ടുള്ളൂ, വേറെ ഇവിടുന്ന് ബർക്കത്ത് കിട്ടൂല. ആ ബർക്കത്ത് കിട്ടുന്ന ഒരു കാര്യമാണ് വെച്ചാൽ അതിനൊരു നമ്മൾക്കൊരു നോമ്പിന് അത്താഴക്ക് കഴിച്ച് ചെറുതോ ചെറുതോ ഒക്കെ തോതിൽ കഴിച്ച് ആവശ്യാനുസരണം കഴിച്ച് നമുക്ക് ആ നോമ്പിലേക്ക് പ്രവേശിക്കാം. റസൂൽ അംഗീകരിക്കാത്തൊരു കാര്യമാണ് നോമ്പ് തുറന്ന് പിറ്റേ ദിവസം നോമ്പ് തുറക്കുന്നത് വരെയും ഒന്നും കഴിക്കാതെ, അത്താഴം രാത്രി ഒന്നും കഴിക്കാതെ നോമ്പ് ഇങ്ങനെ ഒരു തുടർച്ച ഒരു വിശാലായിട്ട് നോമ്പ് തുറക്കുന്നത് റസൂൽ വിരോധിച്ച കാര്യം. അങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്താഴം കഴിക്കണം. ഒരു ജുർഅത്തുമായിൻ, ഒരു ഇറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ആ അത്താഴം കഴിക്കണം എന്നാണ്. അപ്പോൾ അതൊരു ബർക്കത്താണ്, അത് ചെയ്യണം. അത് അവനവൻ്റെ ആവശ്യം അനുസരിച്ച് കഴിക്കാം. അപ്പോൾ അതിലൊരു മസാല വരുന്നത്, നമ്മൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത്. ബാങ്ക് വിളിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ബാങ്ക് വിളിക്കുന്നത് നമുക്ക് സമയം തുടങ്ങുന്നത് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന, സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല, അങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുക സമയം ബാങ്ക് വിളിച്ചു. എന്നാൽ ലാ യളഅ അൽ ഇനാ ഹത്താ യഖ്ലി ഹാജത്തുഹു മിൻഹു. അബൂ ദാവൂദ് റിപ്പോർട്ട് ഹദീസിൽ അയാൾ ആ എടുത്തു വെച്ച ഭക്ഷണം അയാൾക്ക് ആവശ്യത്തിന് എത്രയാണോ കഴിക്കേണ്ടത് അത് കഴിച്ചുകൊണ്ട് അയാൾക്ക് പൂർത്തീകരിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. അത് നമുക്കൊരു സൗകര്യത്തിന് വേണ്ടിയാണ്. പക്ഷേ നമ്മളൊരാൾ സാധാരണ കഴിക്കുന്നൊരു ആഹാരം ഉണ്ടാവും, അതൊക്കെ റെഡിയാക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ അയാളുടെ ആവശ്യം പൂർത്തീകരിച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, മതിയാക്കി എടുത്തുവെച്ചു. അതുകൊണ്ട് നോമ്പിനെ ബാധിക്കില്ല എന്ന്. അതല്ലാത്ത രീതിയിൽ അതിന് ദുരുദ്ദേശപരമായിട്ട് വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ആ നോമ്പിൻ്റെ തുടക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഖുർആൻ എടുത്തു പറയുന്നൊരു സംഗതി, ഫമൻ കാന മിൻകും മരീളൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. ഇതൊക്കെ നോമ്പ് നിർബന്ധമാണ്. എന്നാൽ രോഗിയോ യാത്രക്കാരനോ ഒക്കെ ആണെങ്കിൽ അവർക്ക് മറ്റു ദിവസങ്ങളിൽ ആ എണ്ണം പൂർത്തീകരിക്കാവുന്നതാണ്. രോഗിയാണെങ്കിൽ ഇളവുണ്ട്, യാത്രക്കാരനാണെങ്കിൽ ഇളവുണ്ട്. പിന്നെ വേറെ ചില ആളുകൾ എണ്ണിയിട്ടുണ്ട് ഹദീസിൽ. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നോമ്പെടുക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് മറ്റു സന്ദർഭങ്ങളിൽ അവർക്ക് നോമ്പെടുത്ത് പൂർത്തീകരിക്കാവുന്നതാണ്. ഈ സമയം റമദാൻ മാസം മാറ്റിവെക്കാം. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നൊരു വാക്യം ശ്രദ്ധിക്കേണ്ടതാണ്, വൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നോമ്പ് എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ്. ആനുകൂല്യങ്ങൾ തേടി പോകണം എന്നല്ല, നോമ്പ് എടുക്കാൻ കഴിയുമെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഇളവുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. വൻ തസൂമു ഖൈറുൽ ലക്കും, എന്നാൽ നോൽക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ഈ ഇളവുകൾ? ഒന്ന്, യാത്രക്കാരനാണ്. യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കാം. ഖുർആൻ പറഞ്ഞാണ്, ഹദീസിൽ അതിൻ്റെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. അത് പല കണക്കുകളും ആളുകൾ പറയാറുണ്ട്. ഒരു കണക്കുമില്ല അതിന്, അത്ര കിലോമീറ്റർ. ഇതൊന്നും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതല്ല. പണ്ഡിതന്മാർ അവരുടെ കാലത്തുള്ള യാത്രൻ്റെ ദൂരവും സമയമൊക്കെ കണക്കാക്കി അന്ന് പറഞ്ഞ കണക്കുകളാണ്. നമ്മളെ ഈ കാലത്ത് ഈ യാത്രയ്ക്ക് ഈ ഒരു കണക്കൊന്നും ബാധകമല്ല. നമ്മുടെ യാത്രയുടെ രീതികളൊക്കെ മാറിക്കഴിഞ്ഞു. വളരെ വ്യത്യസ്തമായ രീതികളൊക്കെ വന്നു കഴിഞ്ഞു യാത്രയ്ക്ക്. അപ്പോൾ അതൊന്നുമല്ല, അതിലേറ്റവും സൂക്ഷ്മമായി പണ്ഡിതന്മാർ അതിന് പറഞ്ഞൊരു വിലയിരുത്തൽ, ഒരു യാത്രക്കാരൻ എന്നൊരാളെ പറ്റി പറയാൻ പറ്റുമെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാമെന്നാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇടയ്ക്കരയോ ചുങ്കത്തിലോ പോകുന്ന ഒരാൾക്ക് ഞാൻ യാത്രക്കാരനെന്ന് പറയാറില്ല. അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ അതൊരു കാരണമല്ല. എന്നാൽ കുറച്ചുകൂടി ദൂരെ പോകുന്ന യാത്ര അയാൾക്കതിൽ യാത്രയായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. പക്ഷേ അയാൾ പകരം നോറ്റുകൂട്ടണം. അത് വെറുതെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. അയാൾക്കൊരു യാത്രയിൽ നോമ്പെടുക്കാൻ പ്രയാസമാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം.
എന്നാൽ ഇന്ന് അതിനേക്കാൾ ദൂരത്തേക്ക് പോകുമ്പോൾ പോലും യാത്രക്കാരനാണെങ്കിൽ ഒരു പ്രയാസമില്ലാതെ നോമ്പെടുക്കാം. ഒരു വിമാനയാത്ര, ഫ്ലൈറ്റ് യാത്ര, വിദേശത്തു നിന്ന് എല്ലാവരും പോയി വരുന്നതാണ്. അവിടേക്ക് പോകുന്ന ആൾ ഇവിടുന്ന് നോമ്പെടുത്ത് അവിടെ ചെന്നിറങ്ങി നോമ്പ് തുറക്കാം, അവിടെ നോമ്പെടുത്ത ആൾക്ക് ഇവിടെ നോമ്പ് തുറക്കാം. ഒരു ക്ഷീണവുമില്ല, യാത്രയുടെ ക്ലേശങ്ങളൊന്നുമില്ല, ഒരു പ്രയാസമില്ല. അവിടെ എത്തുമ്പോൾ അവിടുത്തെ സമയത്തിന് നോമ്പ് തുറക്കണം, ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ സമയത്തിന് നോമ്പ് തുറക്കണം എന്നല്ലാത്തൊരു വ്യത്യാസം അതിലില്ല. അപ്പോൾ യാത്ര ഒരാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ മാത്രം പ്രയാസമായി മാറുന്നുവെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആനുകൂല്യം പ്രത്യേകം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 2-3 സംഭവങ്ങൾ. ഒന്ന്, അതിൻ്റെ ആശയം ഇതാണ്. മക്ക ഫത്ഹിനാണ് ആ സംഭവം ഉണ്ടായത്. മദീനയിൽ നിന്ന് റസൂൽ യാത്ര ചെയ്യണം മക്കയിലേക്ക്. നോമ്പ് കാലമാണ്, മരുഭൂമി യാത്രയാണ്, നമ്മളുടേതുപോലെയല്ല, നല്ല പ്രയാസവും ക്ലേശമൊക്കെ ഉണ്ടാവും. ഏതാണ്ട് അസ്ർ സമയം കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് നോമ്പിൻ്റെ ക്ഷീണങ്ങൾ അനുഭവത്തോട് തുടങ്ങി. കാരണം മരുഭൂമി യാത്രയാണ്. അസ്ർ കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ക്ഷീണിക്കാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു പാത്രത്തിൽ കപ്പിന് വെള്ളം കൊണ്ടുവന്നു. ആ വെള്ളം ആളുകളുടെ മുമ്പിൽ പരസ്യമായി നിന്ന് കുടിച്ചു റസൂലുള്ള. ആളുകൾ കാണെ കുടിച്ചു. അസ്ർ കഴിഞ്ഞ നോമ്പ്. കുറച്ചുകൂടി നമ്മളൊക്കെ പറയും കുറച്ചുകൂടി നിന്നാൽ മുഴുവൻ കിട്ടൂലെന്ന്. അങ്ങനെയല്ല റസൂൽ ചിന്തിച്ചു. റസൂൽ ആളുകൾക്കൊരു നിയമം പഠിപ്പിക്കേണ്ടതുണ്ട്. ആളുകൾക്കൊരു ആനുകൂല്യം അനുഭവിക്കാൻ കഴിയണം. അസർ കഴിഞ്ഞതിന് ശേഷം റസൂൽ ആ നോമ്പൊരു വെള്ളം അങ്ങനെ പരസ്യമായിട്ട് കുടിച്ചിട്ട് പറഞ്ഞു, നോമ്പ് മുറിക്കാം എല്ലാവർക്കും, ഒരു പ്രയാസവും അനുഭവിക്കേണ്ടതില്ല. അപ്പോൾ ആളുകൾക്ക് നോമ്പ് മുറിച്ചു. റസൂൽ മുറിച്ചില്ലേ? എല്ലാവരും നോമ്പ് മുറിച്ചു. കാരണം സൗകര്യമാണ്. അതിന് പകരം നോറ്റി കൂട്ടിയാൽ മതി. യാത്രക്കാരൻ്റെ ക്ലേശമാണ്. അപ്പോൾ റസൂൽ ഇങ്ങനെ നിൽക്കുന്നതിന് കുറച്ച് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്താണത്? അവിടെ ഒരാൾ തളർന്നെടുക്കുക, നോമ്പ് മുറിച്ചിട്ടില്ല എന്ന്. നോമ്പ് മുറിക്കാതെ തളർന്ന് കിടക്കാൻ, അയാൾക്ക് തണലിട്ട് നിൽക്കാൻ ആൾക്കാർ. ഉലായിക്കൽ ഉസാത്ത് 3 തവണ ആവർത്തിച്ചു. അവരാണ് ധിക്കാരികൾ, ധിക്കാരികൾ, ധിക്കാരികൾ എന്നാണ് റസൂൽ പറഞ്ഞു. എന്താ ധിക്കാരും അനുസരണക്കോടും കാണിച്ച്? നോമ്പ് മുറിക്കാൻ പറഞ്ഞു, നോമ്പെടുത്തു. അവർ സതുദ്ദേശമായിരിക്കാം, ഏതായാലും ഞാൻ നോൽക്കുന്നുള്ള വാശിയായിരിക്കാം, വലിയ പുണ്യം. പക്ഷെ അങ്ങനെ ഒരു പുണ്യമില്ല. റസൂൽ പറഞ്ഞാൽ ധിക്കാരമാണ്. അവരല്ല. ഇത് അടുത്ത വാക്ക്. ഇന്ന് നോമ്പ് മുറിച്ചവരാണ് പുണ്യം കൊണ്ടുപോയത് എന്നാ. ഇന്ന് നോമ്പ് മുറിച്ചവർക്കാണ് പുണ്യം കിട്ടുന്നതെന്നാ. കാരണം റസൂലിൻ്റെ ചര്യ അതാണ്. ആ ചര്യ പിന്തുടർന്നവർക്കാണ് നോമ്പ് കൂലി കിട്ടുന്നതെന്നാണ്. ഇങ്ങനെ ക്ലേശം സഹിച്ച് തലമിന്നി വീഴുന്ന രീതിയിൽ നോമ്പെടുക്കുന്നതിന് പുണ്യമൊന്നുമില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനർത്ഥം. ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. നോമ്പിന് ഒരുങ്ങുമ്പോൾ, നോമ്പെടുക്കാൻ ഒരുങ്ങുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഒരു വലിയ അതിഥിയെപ്പോലെ നമ്മളുടെ അടുക്കിലേക്ക് വരികയാണ്. ഒരു VIP തന്നെയാണ് വരുന്നത്. അത് സ്വീകരിക്കാൻ മാനസികമായിട്ട് നമ്മൾ സന്നദ്ധമാകണം. വീട്ടുകാർ ഒരുക്കണം. ആ സന്നദ്ധത നമ്മുടെ പരലോകത്തേക്കുള്ള നേട്ടത്തിന് വേണ്ടിയാണ്, സ്വർഗം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ആ സന്നദ്ധതയ്ക്ക് നമുക്ക് പടച്ചോരൊന്ന് കൂലി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഈ റംളാനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അതിന് പുണ്യം സമ്പാദിക്കാൻ അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുക. പടച്ചവൻ നമ്മൾക്ക് അതിനൊക്കെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. നോമ്പ് കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തുള്ളൊരു പ്രത്യേകത, എല്ലാവരും രോഗികളാണ് എന്നതാണ്. അങ്ങനെയാണ് ഇപ്പോൾ പറയേണ്ടത്. ഈ എത്ര പ്രായം കുറഞ്ഞവരും കൂടിയവരുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ഗുളികകളോ മരുന്നുകളോ ഇഞ്ചക്ഷനുകളോ എടുക്കാത്തൊരു വളരെ കുറവാണ്. എല്ലാവരുടെ പോക്കറ്റിലും ഉണ്ടാവും മരുന്നുകളും ഗുളികകളും ഒക്കെ. അങ്ങനെ ജീവിക്കുന്ന, അതിന്മേൽ ജീവിച്ചു പോകുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ. അത് നമ്മളുടെ ഒരു അവസ്ഥ. അപ്പോൾ നോമ്പ് തുടങ്ങിയാൽ ആളുകൾക്ക് ഗുളിക കുടിക്കണം, ഉച്ചക്ക് കുടിക്കേണ്ടതുണ്ടാവും, വൈകുന്നേരം രാവിലെയൊക്കെ കുടിക്കേണ്ടതുണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യും? കുടിച്ചാൽ നോമ്പ് മുറിയും ചെയ്യും, എന്ത് ചെയ്യും എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ആദ്യം അവരോട് നിർദ്ദേശിക്കാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ടാണ് ആദ്യം അത് കൺസൾട്ട് ചെയ്യേണ്ടത്. ഇതെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലേ എന്നുള്ളത്. അതൊരു മൗലവി പറയേണ്ടതല്ല, അത് പറയേണ്ടത് ഡോക്ടറാണ്.
എൻ്റെ ഗുളിക എനിക്ക് രാവിലെ നോമ്പ് തുറക്കേണ്ടി കഴിക്കാൻ, നോമ്പ് അത്താഴ സമയത്ത് കഴിക്കാൻ പറ്റുമല്ലേ, നോമ്പ് തുറന്നിട്ട് കഴിച്ചാൽ മതി എന്നൊക്കെ അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്ത് കൃത്യമായ വിവരങ്ങൾ ആ വിഷയത്തിൽ ശേഖരിക്കാം. രണ്ടാമത് അതിൽ പറയാനുള്ളത്, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള അഡ്ജസ്റ്റ് ചെയ്യുക തന്നെ വേണം, അഡ്ജസ്റ്റ് ചെയ്യുന്ന വേണം. എന്നിട്ട് നോമ്പ് എടുക്കാനാണ് താല്പര്യം കാണിക്കേണ്ടത്. എനിക്ക് ഗുളിക ഉണ്ട്, മരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രോഗവും മരുന്നുമില്ലാത്ത ആരും ഇവിടെ അല്ല. എല്ലാവർക്കും ഇപ്പോൾ സോക്കട് തന്നെയാണ്, അത് കഴിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കാൻ നിൽക്കരുത്. കഴിയുന്നിടത്തോളം നമ്മളുടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വലിയ ക്ലേശമില്ലാതെ നോമ്പെടുക്കാൻ ശ്രമിക്കുക. ഇനി രോഗികൾക്ക് നോമ്പ് ഒഴിവാക്കാം എന്ന് പറഞ്ഞത്, ആ രോഗം ഒരാൾ നോമ്പെടുക്കുക വഴി ഒന്നുകിൽ അയാളുടെ രോഗം മൂർച്ഛിക്കും, കൂടി വരും. നോമ്പെടുത്താൽ രോഗം കൂടുമെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. രണ്ടാമത്തേത്, ചിലർക്ക് നോമ്പ് എടുത്താൽ രോഗം ഉണ്ടാകുന്നവരുണ്ട്, അങ്ങനെയുണ്ടാവും. അങ്ങനത്തെ രോഗങ്ങളുണ്ട്. നോമ്പ് എടുത്താൽ പട്ടിണി കിടന്നാൽ സോക്കളുണ്ടാവും, അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. മൂന്നാമതൊന്നും അതിലുള്ളത്, നോമ്പ് എടുക്കുന്നത് കാരണമായിട്ട് അയാളുടെ രോഗശമനം വൈകിപ്പോവും, അയാൾക്ക് രോഗം സുഖമാകാൻ പ്രയാസപ്പെടും. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഒരു രോഗിക്കുണ്ടെങ്കിൽ അയാൾക്ക് എന്തു ചെയ്യാം? അയാളുടെ നോമ്പ് ഒഴിവാക്കാം, ആ രോഗിക്ക് നോമ്പ് ഒഴിവാക്കാം. അതിൻ്റെ വിധി അത് തന്നെയാണ്. അതാണ് സഫരിൻ ഔ അല മരീലോ, യാത്രക്കാരനോ രോഗിയാണെങ്കിൽ, അമ്മൻഖാന മിൻകും മരീലൻ ഔ അല സഫരിൻ, രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ ഫൈദത്തു മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് സന്ദർഭങ്ങളിൽ നിങ്ങൾ നോറ്റ് വീട്ടിയാൽ മതി. അപ്പോൾ രോഗം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് യാത്രക്കാരൻ രോഗിയുടെ അവസ്ഥ. പിന്നെ ഇതിൽ തന്നെ വരുന്ന നമ്മളിപ്പോൾ ബന്ധപ്പെടുത്ത കുറേ വിഷയങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ വേറെ ചോദിച്ച് പഠിക്കുക. നോമ്പ് എടുക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചോദിക്കേണ്ടത്, ഒഴിവാക്കാനല്ല. ഇപ്പോൾ ചിലപ്പോൾ നോമ്പ് കാലത്ത് നമ്മോട് ഡോക്ടറെ സമീപിക്കേണ്ടി വരും. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അതിനുള്ള ബ്ലഡ് എടുക്കുന്നതിന് നോമ്പ് മുറിയില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാരെല്ലാവരും പറയുന്നത്. കാരണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് ചെറിയൊരളവാണ്. ആ ടെസ്റ്റിന് കൊടുക്കുന്ന ബ്ലഡിൻ്റെ അളവ് ഒരാളുടെ നോമ്പിനെ ബാധിക്കാൻ മാത്രം, ക്ഷീണിക്കാൻ മാത്രം അളവ് എടുക്കുന്നില്ല. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, അവിടെ നോമ്പ് മുറിയില്ല. എന്നാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അത് ആ ശാസ്ത്രം അറിയുന്നവരൊക്കെ പറഞ്ഞിരുന്നത് കൊടുക്കുന്നതോടുകൂടി അയാൾക്ക് തളർച്ച ഉണ്ടാവും, വേറെ അതിൻ്റെ നേരെ വെള്ളമോ ഭക്ഷണമോ കഴിക്കേണ്ടി വരും, അയാൾ നോമ്പ് മുറിക്കാൻ നിർബന്ധിതനാവും, അത് അയാൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല. അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് അത്തരം ആളുകൾ നോമ്പ് തുറന്നതിന് ശേഷമോ ഒക്കെ നോമ്പ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ടി വന്നാൽ ചെയ്യാന്നല്ലാതെ അല്ലാത്ത നിലയ്ക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് നോമ്പിനെ അത് ബാധിക്കും. ഇൻസുലിൻ, ഷുഗർ രോഗികളാണ് മുഴുവൻ ആളുകളും, വളരെ കുറച്ച് ആളുകൾ അതിനൊക്കെ വ്യത്യസ്തമുള്ളൂ. ഗുളിക പറ്റുന്ന രീതിയിലാണ് കഴിക്കേണ്ടത്, അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാവരും ഡോക്ടറോട് ചോദിച്ചിട്ട്. പക്ഷേ ഈ ഇൻസുലിൻ എടുക്കുന്ന ആളുകൾ പകലുകളിൽ ഇൻസുലിൻ എടുത്താൽ അവർക്ക് ഉടനെ ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ അതിൻ്റെ സമയം വന്നാൽ, അപ്പോൾ അതൊക്കെ നോമ്പ് തുറക്കാൻ സമയമാകുന്ന നേരത്ത് അതിന് കണക്കാക്കി ഇൻസുലിൻ ഉപയോഗിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കും. നോമ്പ് തുറക്കുന്നതോടെ ആ പ്രശ്നം അവർക്ക് പരിഹരിക്കും. അല്ലെങ്കിൽ അത്താഴം കഴിക്കുമ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ കണ്ടിട്ടൊക്കെ അവനവൻ്റെ തോതും അളവൊക്കെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ടാണ് അവർക്ക് തീരുമാനമാക്കേണ്ടത്. എന്നാലും അയാൾക്ക് നോമ്പ് നോറ്റുപോകാം. ഇതൊന്നും രോഗത്തിൻ്റെ പേരിൽ നോമ്പ് ഒഴിവാക്കേണ്ടി വരില്ല എന്ന് പറയാനാണ് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതിൽ റസൂൽ പറഞ്ഞൊരു കാര്യം, ഉദിയാനിൽ ഹാമിൽ വൽ മുർളി, ഈ ഗർഭിണികൾ, മുലയൂട്ടുന്ന ഉമ്മമാർ, ഇവർക്കൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഗർഭിണിക്ക് നോമ്പെടുക്കുക വഴി പ്രയാസമുണ്ടെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. എന്താ, ചില സ്ത്രീകളൊക്കെ ഏത് പ്രയാസത്തിലും എത്ര മാസമായാലും നോമ്പെടുക്കാൻ കഴിയുന്ന, അത് അവരുടെ ചില ആരോഗ്യ ശാരീരിക വ്യത്യാസങ്ങളാണ്. ഓക്കെ, അവർക്കെടുക്കാം, ഒഴിവാക്കാൻ നിർബന്ധിക്കേണ്ടതില്ല, അവർക്കെടുക്കാം. എന്നാൽ നമ്മുടെ ഈ കാലത്തൊക്കെ പൊതുവെ ആരോഗ്യം കുറഞ്ഞവരാണ് രംഗത്ത് സ്ത്രീകളൊക്കെ. നോമ്പ് ഒഴിവാക്കാൻ അനുവാദമുണ്ട്, ഗർഭസ്ഥാവസ്ഥയിൽ നോമ്പ് ഒഴിവാക്കാം. രണ്ട് കാരണങ്ങൾ അതിനുണ്ടാവാം. ഒന്ന്, ആ ഗർഭിണിയായ മാതാവിൻ്റെ സ്ത്രീയുടെ ആരോഗ്യസ്ഥിതി അതിന് കാരണമാകാം. രണ്ടാമത്തെ, ഗർഭസ്ഥ ശിശുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതിന് ചിലപ്പോൾ ബാധിക്കും. ഇതൊക്കെ അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടെന്ന്, അങ്ങനത്തെ രോഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അതൊക്കെ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. പിന്നീട് സൗകര്യം പോലെ നോറ്റ് വീട്ടാം. അന്നും കഴിയുന്നില്ലെങ്കിൽ
പിന്നെ ഇതുപോലത്തെ കേസുകൾ വരികയാണെങ്കിൽ അവർക്ക് ഫിദിയ കൊടുത്ത് ഒഴിവാകാൻ ലളിതമാണ് നിയമം, ഫിദിയ കൊടുത്ത് ഒഴിവാകാം. രണ്ടാമത്തെ മുലയൂട്ടുന്ന ഉമ്മമാരാണ്. മുലയൂട്ടുന്ന ഉമ്മമാർ ഈ 2 വയസ്സ് വരെ സാധാരണഗതിയിൽ മുലയൂട്ടും. ഈ മുലയൂട്ടുന്ന കാലത്ത് നോമ്പ് പ്രയാസമാകാൻ സാധ്യതയുണ്ട്. ഇല്ലാത്തവരുണ്ടാകാം, ഇല്ലാത്തവർക്ക് നിൽക്കാം. സാധ്യത ഉണ്ടാകുന്ന ഒന്ന്, മുലയൂട്ടുന്ന ഉമ്മമാർക്ക് ഭക്ഷണം കൃത്യമായി ശരിയായ അളവിൽ ചെല്ലാതിരുന്നാൽ മുലപ്പാലിൻ്റെ അളവും തോതുമൊക്കെ കുറഞ്ഞു പോകും. കുട്ടിക്ക് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടാതെ വരും എന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കാം. രണ്ടാമത്തെ ഒരു പ്രശ്നം, അതിൽ ഡോക്ടർമാരെന്ന് പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ, മുലയൂട്ടുന്ന ഉമ്മമാർ നോമ്പെടുത്താൽ അവരുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ വ്യത്യാസം, ഊഷ്മാവ് വ്യത്യാസം വരും. ആ ഊഷ്മാവ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് മുലപ്പാലിൻ്റെ ടെമ്പറേച്ചർ മാറിയാൽ കുട്ടിക്ക് അത് കഴിച്ചാൽ ചില വയറിളക്കം ഉണ്ടാവും. അതൊക്കെ സ്ത്രീകൾക്കറിയാം. അങ്ങനെ ചില കേസുകളൊക്കെ വരും. അത് കുട്ടിക്ക് പ്രയാസമാണ്. അപ്പോഴും നോമ്പ് ഒഴിവാക്കാം. ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് നോമ്പ് ഒഴിവാക്കാം അനുവാദമുണ്ട്. പക്ഷെ അവർ പിന്നീട് നോറ്റ് വീട്ടണം. അതിന് പിന്നെയൊക്കെ അങ്ങനത്തെ അവസ്ഥ വരികയാണെങ്കിൽ ഫിദിയ കൊടുത്ത് ഒഴിവാകാവുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വരുന്നത്. നോമ്പ് നോൽക്കാൻ പാടില്ലാത്തവരാണ്, ഹറാമായ ആൾക്കാരാണ്. ഹൈദ്, നിഫാസ് പോലുള്ള കേസുകളൊക്കെ നോമ്പ് എടുക്കുന്നത് ഹറാമുമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇങ്ങനെ മസലകൾ ഇങ്ങനെ പറയുന്നത് നമുക്ക് നോമ്പ് എടുക്കാൻ വേണ്ടിയാണ്, ഒഴിവാക്കാൻ വേണ്ടിയല്ല. ഇതൊക്കെ അറിഞ്ഞു വച്ചാൽ നോമ്പിന് കോട്ടം തട്ടാതെ നമുക്ക് നോമ്പെടുക്കാൻ സന്ദർഭം ലഭിക്കും. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ റമളാൻ മാസം പരമാവധി പുണ്യകരമാക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓർമ്മപ്പെടുത്താനുള്ളത്, മിക്കവാറും നാളെ നോമ്പാകും. ഇല്ലെങ്കിൽ മാസപ്പിറവി കണ്ടാൽ 26 മിനിറ്റ് കണ്ടാൽ നാളെ നോമ്പാകും. ഇല്ലെങ്കിൽ മറ്റന്നാൾ നോമ്പ് ഉറപ്പാണ്, ഒരു സംശയമില്ല. ജമാഅത്ത് നമസ്കാരങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കുക പള്ളികളിൽ. ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. സുബഹി ജമാഅത്തിനൊക്കെ കൃത്യമായിട്ട് എത്തുക. രാത്രി തറാവീഹ് നമസ്കാരങ്ങൾ സംഘടിപ്പിക്കും. 8:20 തോന്നുന്നുണ്ട് ഇവിടെ. ആ സമയം ഇശാ നമസ്കാരം, ആ സമയത്ത് എത്തുക. പിന്നെ തറാവീഹ് നമസ്കാരം നടക്കും, അതിൽ പങ്കെടുക്കുക. അങ്ങനെയൊക്കെ പങ്കെടുത്ത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുക. ഒരു മാസക്കാലം നമുക്ക് അള്ളാഹു കൊണ്ട് കനിഞ്ഞയക്കുന്നതിനാണിത്. നിങ്ങൾ ആലോചിച്ചുകൊണ്ട് വലിയൊരു സൗഭാഗ്യം നമുക്ക് നൽകുകയാണ്. അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരലോകത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അള്ളാഹുവേ, നിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹവും തൗഫീക്ക് നൽകി ഞങ്ങൾക്കെല്ലാവർക്കും ഈ റമളാൻ മാസം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നീ അനുഗ്രഹം ചൊരിയുമാറാകണേ നാഥ. ഈ റമളാൻ മാസത്തിൽ നോമ്പെടുക്കാനുള്ള മാനസികാവസ്ഥയും ആരോഗ്യാവസ്ഥയും സാഹചര്യവും ഒക്കെ നീ നൽകി ഞങ്ങളെയും ഞങ്ങളുടെ വീട്ടുകാരെയും കുടുംബാംഗങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണേ നാഥ. നാളെ പരലോകത്തേക്കുള്ളൊരു വലിയ സമ്പാദ്യമായിട്ട് ഞങ്ങളുടെ ഈ റമളാൻ മാസത്തെ ഉപയോഗപ്പെടുത്താനുള്ള ആയുസ്സും ആരോഗ്യവും നീ നൽകി അനുഗ്രഹിക്കുന്നതാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ